السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്‌ലിസിനെ അള്ളാഹു തആല പരിപൂർണമായ രീതിയിൽ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളെയും സൽക്കർമ്മങ്ങളെയും നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങളെയും അള്ളാഹു തആല എല്ലാവിധമായ കുറവുകളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹു തആല പരിപൂർണമായ രീതിയിൽ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. 25, 26 നോമ്പനുഷ്ഠിച്ചു, 24 നോമ്പനുഷ്ഠിച്ചു, 25ാമത്തെ തറാവീഹ് നമസ്കരിച്ചു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. അള്ളാഹുവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്നും ഒരുപാട് അല്ലാഹുമ്മ അഇദ് അലൈനാ റമളാനൻ അഅ്വാനൻ കസീറ, ഒരുപാട് റമളാനുകൾ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഠിനമായ ചൂട്, പള്ളിൻ്റെ അകത്തും ചൂട്, 6 AC വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം ട്രാൻസ്ഫോമറും ചൂടായിട്ട് അതിൻ്റെ ഫീസ് പോയിക്കൊണ്ടേയിരിക്കുക. ഒന്നും താങ്ങുന്നില്ല ആർക്കും, എവിടെയാണ് ട്രാൻസ്ഫോമറും താങ്ങുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാകാം. അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ പ്രതിവിധി എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കലാണ് പ്രതിവിധിയുള്ളത്. അള്ളാഹുവിൻ്റെ കോപം മാറാൻ, അള്ളാഹു നമ്മളിലേക്ക് എന്തെങ്കിലും ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ഇല്ലാതെ ആകാൻ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ എന്ന് അല്ലാഹു തആല സൂറത്ത് നൂഹിൽ കൂടി പറയുന്നുണ്ട്. മഴ വർഷിപ്പിക്കാൻ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ങാവുന്നതിലപ്പുറവും ചൂടാണ്, ഒന്നും താങ്ങുന്നില്ല. ഇലക്ട്രിസിറ്റി പറയുന്നു നിങ്ങൾ ഉപയോഗം കുറക്കുക എന്നാണ്. നമ്മൾ ഉപയോഗം കൂട്ടിയിരിക്കുക. 2 AC 3 AC വർക്ക് ഒരു വീട്ടിൽ എല്ലാ സമയവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് ചൂടുകൾ അധികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചൂടുകൾ ഇല്ലാതാക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ദുആ കേൾക്കും, തീർച്ചയായിട്ടും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരിയ, അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരിയ, അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ ഹനീഅൻ മരിയ. ദുആക്ക് നമ്മളെപ്പോഴും മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഇന്ന് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച രാത്രിയാണ്, വെള്ളിയാഴ്ച പകലാണ് നാളെ. സാധാരണ ദിവസങ്ങളിൽ തന്നെ വ്യാഴാഴ്ച രാത്രിക്കും വെള്ളിയാഴ്ചക്കും മഹത്വമുണ്ട്. അപ്രകാരം തന്നെ റമദാൻ മാസത്തിൽ പ്രത്യേകം വ്യാഴാഴ്ച രാത്രിക്കും വെള്ളിയാഴ്ചക്കും മഹത്വമുണ്ട്. അതിലുപരി ഇന്ന് അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്ർ തഹറൗ, നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞ ഒരു രാത്രി കൂടിയാണ് ഇന്ന് 25ാമത്തെ രാത്രി.
അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം നൽകി അള്ളാഹു തആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, ഇനി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇന്ന് ലൈലത്തുൽ ഖദ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ എന്താ പറയേണ്ടത് യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എല്ലാവരും ഒന്ന് പറയും, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. സാധാരണഗതിയിൽ വലിയ മഹത്വമുള്ള രാത്രിയും പകലുമാണ്, പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ 10-ലുള്ളതായ രാത്രി. ഈ രാവും പകലും നമ്മൾ ഒരുപാട് ദിക്റുകൾ, ഒരുപാട് സലാത്തുകൾ, ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാനുള്ളതാണ്. അദ്കാർ, ദുആ, സലാത്തുകൾ അധികരിപ്പിക്കുക. ഇതും നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാൻ കാരണമാണ് സലാത്ത് അധികരിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തെ പണ്ഡിതന്മാരൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹദീസിലുള്ളതാണോ അല്ല എങ്കിലും പക്ഷെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ. പണ്ടത്തെ പണ്ഡിതന്മാർ, പഴയ ആലിമീങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 3 ഇതാ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഒന്ന്, ആദ്യത്തെ അല്ലാഹുമ്മ ഹീനാ അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവേ കിതാബ് അനുസരിച്ചും ഖുർആൻ അനുസരിച്ചും സുന്നത്തനുസരിച്ച് ജീവിപ്പിക്കണേ എന്നാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ മരിപ്പിക്കുന്നത് തൗബയോടുകൂടെയും ഈമാനും നൽകി മരിപ്പിക്കണേ എന്നാണ്. മൂന്നാമത്തെ പാർട്ട് അത് വെള്ളിയാഴ്ച രാത്രിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ ആക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഹദീസിൽ ളുഅഫുണ്ട്, ദുർബലതയുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റോ, വെള്ളിയാഴ്ച രാത്രി മരിപ്പിക്കണോ വേണ്ടേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഹദീസാണ്. ഏതായാലും ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ അർത്ഥവത്തായ 2 വാക്കാണ്. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഖുർആൻ അനുസരിച്ചും സുന്നത്തനുസരിച്ചും ജീവിപ്പിക്കണേ എന്നാണ്. രണ്ടാമത്തെ പാർട്ട്, അങ്ങനെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ ഈമാനോടുള്ള മരണം കിട്ടും, തൗബയും കിട്ടും. ഇത് രണ്ടും നന്നായി കഴിഞ്ഞാൽ പിന്നെ ഏത് രാത്രി മരിച്ചാലും നമ്മൾക്ക് മഹത്വമുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ പിന്നെ ഏത് രാത്രി, പ്രത്യേക വെള്ളിയാഴ്ച രാത്രി മരിക്കണമെന്നും ദ്വാരക്കേണ്ട ആവശ്യമില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുകയോ, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈമാൻ കിട്ടും, തൗബയും കിട്ടും. അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ കൂടെ മരണപ്പെടാൻ വേണ്ടി പറ്റും. അള്ളാഹു തആല നിലയിൽ നമ്മളെ ഭരിപ്പിക്കുമാറാകട്ടെ. കിതാബും സുന്നത്തും ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ജീവിച്ച് ഈമാനിന് ലസ്സത്ത് കിട്ടി തൗബ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടി മരിക്കുന്നവരെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അർത്ഥവത്വമുള്ള ദുആയാണ് ആ ദുആ. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കണം. എങ്ങനെയാണ് മുസ്ലിമായി ജീവിക്കുക? അത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ, സുന്നത്തനുസരിച്ച് ജീവിക്കുമ്പോൾ. അങ്ങനെ സുന്നത്തനുസരിച്ചും ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ നിന്റെ മരണം നന്നാകും. നീ എപ്രകാരം മരിക്കുന്നുവോ അപ്രകാരം തന്നെ നിന്റെ കബറ്റിൽ നിന്ന് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടും. നീ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ മരണപ്പെടും. നീ എങ്ങനെ മരണപ്പെടുമ്പോ അപ്രകാരം അല്ലാഹുവിന്റെ അടുക്കൽ നിന്റെ ബഅസത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതൊരു പൊതുതത്വമാണ്. ജീവിതം നന്നായാൽ ഈമാൻ കിട്ടും. എങ്ങനെയാണോ മരിക്കുന്നത് അപ്രകാരം അല്ലാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നുവോ അങ്ങനെ മരിക്കും. നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നുവോ അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ അതനുസരിച്ച് മരിക്കാനും വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ രാവുകളെ പ്രധാനപ്പെട്ട രാവുകളാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച പകൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലൈഹി സ്വലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റാ. അള്ളാഹു നിമിതങ്ങൾക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നതാണ്. ഒരു സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 10 അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകും.
ഹദീസ് സഹിഹാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ അക്സറുഹും അലയ്യ സലാം, എന്റെ മേലാരാണ് സ്വലാത്ത് അധികരിപ്പിക്കുന്നത് അവനുമായിട്ടാണ് കൂടുതൽ നാളെ ആഖിറത്തിൽ എന്റെ കൂടെ അടുപ്പമുള്ളവരാകുക. ഇതും ഹദീസ് സഹിഹായ ഹദീസാണ്. അപ്രകാരം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് عن أوس بن رضي الله تعالى عنه قال النبي صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറൂ അലയ്യ മിനസ്സലാത്ത്, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം. അതുകൊണ്ട് ഫൈന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ സലാത്തും അത് എൻ്റെ അടുക്കൽ എത്തിക്കാൻ വേണ്ടി ഓരോ മലക്കിന് അല്ലാഹു തആല സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു മുക്കിലെ സലഫി പള്ളിയിൽ വെച്ച് ഒരാൾ സലാത്ത് എത്തിയിട്ടുണ്ട്, അത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ ഒരു മലക്കിന് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മൗലാക്കന്മാരെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ വാട്സാപ്പ് എനിക്കൊരു 1000 സലാത്തിൻ്റെലേക്ക് അയക്ക്, ഞാനത് ഡയറക്റ്റ് മദീനയിലേക്ക് അയക്കുമെന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇൻഡയറക്റ്റ് വേണ്ട, ഡയറക്റ്റ് ആക്കി തന്നെ ചെല്ലാമെന്ന് അറിയിക്കെത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാ. ഫഖാലൂ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചൊല്ലുന്ന സലാത്ത് കൈഫ തുഅറദു സലാത്തുനാ അലൈക അർമിലത്, ഓ നബിയേ, ഞങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചൊല്ലുന്നതായ സ്വലാത്ത് എങ്ങനെയാണ് അങ്ങക്കെത്തുക? അങ്ങ് മരണപ്പെട്ടില്ലേ, അങ്ങ് മണ്ണോട് ചേർന്നില്ലേ, അങ്ങ് മണ്ണോട് അലിഞ്ഞു പോയില്ലേ, എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് അങ്ങയിലേക്ക് എത്തുക? അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഖാല യഖൂലൂൻ ഖാല ഇന്നല്ലാഹ തബാറക വതആല ഹറമ അലൽ അർദി അജ്സാദുൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണൊന്നുമില്ലാതാ, അംബിയാക്കളുടെ ശരീരം മണ്ണൊന്നുന്ന ബാക്കി ഏത് ഔലിയായാലും കോജയായാലും തങ്ങന്മാരായാലും അവിടെ ശരീരം മണ്ണ് തിന്നും. പിന്നെ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കെട്ട് കഥകളും വരാറുണ്ട്. ഇപ്പൊ നമ്മളെ അടുത്ത് ചെറുവത്തൂര് തന്നെ ആ കയറ്റത്തിലുള്ള പള്ളി വിളിക്കുമ്പോൾ അവിടെയുള്ള കബറിലാക്കി നോക്കുമ്പോൾ അങ്ങനെ മനുഷ്യൻ എപ്രകാരം വെച്ചു അപ്രകാരം തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കസ്തൂരിയുടെ മണം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രചരിപ്പിച്ചില്ലേ, കുറെ ആൾക്കാരെ കാണാൻ വേണ്ടി പോയില്ലേ ഹൈവേ വീതി കൂട്ടുമ്പോൾ. ഇതൊക്കെ ഉണ്ടാക്കാൻ ഓരോരുത്തരും അവരുടെ മഹത്വം, അവർക്ക് കിട്ടുന്ന വരുമാനം നിരക്കാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിക്കുന്ന പ്രചരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പ്രവാചകനാണ് അവിടെ മറമാടിയത്. പ്രവാചകൻ എന്ന് അവർ പറയുന്നില്ലല്ലോ, പ്രവാചകന്റെ ശരീരം മാത്രമേ മണ്ണ് തിന്നാത്ത ശരീരമുള്ളൂ. കാസർഗോഡായാലും ചെറുത്തൂരായാലും മറ്റുള്ള പ്രദേശങ്ങളിലായാലും ഇന്തോനേഷ്യയിലായാലും ഞങ്ങൾ 23 കൃത്യവർഷവും സമയവും, വെള്ളിയാഴ്ച രാത്രിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. മൗലൂദ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ശരീരം ഇന്നും അതേപോലെ ശരീരത്തിലുണ്ട്. 23 വർഷമായി. എപ്പോഴത്തേക്ക് ആ കണക്കെല്ലാം കിട്ടുന്നെന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയില്ല, എവിടുന്ന കണക്കൊക്കെ വരുന്നുള്ള കാര്യം. കൃത്യസമയം അടക്കം വെള്ളിയാഴ്ച രാത്രിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. 23 വർഷമാണ് അദ്ദേഹം മൗലൂദ് ചൊല്ലിക്കൊണ്ടിരിക്കുവാൻ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ശരീരം ദ്രവിച്ചിട്ടില്ല, അതേപോലെ കിടക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യരെ വിശ്വസിപ്പിക്കുക. ഇതാണ് ശൈത്താൻ എല്ലായിടത്തും കയറുമെന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല, ആരുടെ ശരീരം നശിക്കൂല എന്ന് നമ്മൾക്ക് പഠിപ്പിച്ച ദീന. നമുക്ക് ശരിയാത്ത ദീൻ എന്നൊക്കെ അള്ളാഹ് പറയണം, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കണം. അള്ളാഹ് പറയുന്നു, അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്, എല്ലാ ശരീരങ്ങളും നശിക്കുന്നതാണ്, മണ്ണോട് ചേരുന്നതാണ്. പക്ഷേ പ്രവാചകന്മാരുടെ ശരീരം അത് മണ്ണായി പോവില്ല, അതേപോലെ ഇരിക്കുമെന്ന് ശഫീഈ ഹദീസ് കൊണ്ട് ചെയ്യപ്പെടുന്നു. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സറുന്നാസി സ്വലാത്തൻ അലയ്യ ഹും അഖ്റബുന്നാസ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും അല്ലാഹും അല്ലാഹുവിന്റെ റസൂലുമായിട്ട് അടുപ്പമുള്ളവർ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ അധികരിപ്പിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് സ്വലാത്താണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ജമാഅത്ത് പള്ളിയിലും മറ്റേ പള്ളിയൊക്കെ പ്രത്യേക സ്വലാത്തിന്റെ ഒരു ചെറിയ കിതാബിന്റെ പ്രത്യേകം ഉണ്ടാകാറുണ്ട്. ആ സ്വലാത്തല്ല, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത്, മറ്റുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഇതിൽ പുണ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അതേ സ്പോട്ടിൽ എത്തിക്കാൻ മലക്കുകൾ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് വെള്ളിയാഴ്ച രാത്രി അധികരിപ്പിക്കണം. അപ്രകാരം തന്നെ നമ്മൾ ദുആ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രിയിൽ നാളെ പകലിൽ മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്നതിനുമായിട്ട് ഒരു സമയമുണ്ട്. അല്ലാഹു തള്ളപ്പെടാത്ത ഒരു ദുആയുണ്ട്. ദുആ ചെയ്യണം, ദുആ അധികരിപ്പിക്കണം. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാത്രി മുതൽ നാളെ മഗ്രിബിന്റെ സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ് എന്ന് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹു തആല യൻസിലു റബ്ബുനാ തബാറക വതആല ഇലാ സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരും. അല്ലാഹു തആല നമ്മളെ ദുആയെ പ്രതീക്ഷിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലാഹു ഇറങ്ങി വരുമോ? അള്ളാഹ്ക്ക് കാലുണ്ടോ, കോണിയുണ്ടോ, മറ്റോ ഉണ്ടോ, ഓടിയാണ് വരുത്ത്, നടന്നാണ് വരുത്ത്, ഇതല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മൾക്ക് അള്ളാഹു എന്ത് പറഞ്ഞാൽ അത് വിശ്വസിക്കുക, അതാണ് ദീനെന്ന് പറയുന്നത്. അതിന് എൻ്റെ ബുദ്ധിക്ക് ചേരുന്നില്ല, എൻ്റെ യുക്തിക്ക് ചേരുന്നില്ല, എൻ്റെ ബുദ്ധിയോട് യോജിക്കുന്നില്ല, ഇതല്ല ദീനെന്ന് പറയുന്നത്. അള്ളാഹ് എങ്ങനെയും വരട്ടെ, അള്ളാഹ് വരുമെന്ന് അത് വിശ്വസിക്കുക. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഇതാണ് ദീനെന്ന് പറയുന്നത്. എല്ലാം എൻ്റെ ബുദ്ധിക്ക് ചേരുന്നതല്ല ദീനെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സമയമുണ്ട്. അത് അസറിന് ശേഷമാണെന്നുണ്ട്. ഇമാം മിമ്പറിന്റെ മുകളിൽ ഇരിക്കുന്ന സന്ദർഭം നൽകുന്നുണ്ട്. ഇനി ഇമാം നമസ്കാരത്തിന് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണെന്നുണ്ട്, രണ്ട് ഖുതുബിന്റെ ഇടയിലാണെന്ന് പറയുന്നുണ്ട്. അസറിന്റെ സമയമാണെന്ന് പറയുന്നുണ്ട്. മഗ്രിബിന് മുമ്പുള്ള സമയമാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് റമളാന് ദുആഉ സ്സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന ഇതോട് യോജിച്ചു വെക്കുക. ദുആഉ സ്സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന പ്രത്യേക ഇജാബത്തുള്ളതാണ്. അത് വെള്ളിയാഴ്ച പകലാകുമ്പോൾ അതിന് പ്രത്യേകമായ മഹത്വം വരുന്നു. അത്താഴ സമയത്തുള്ള പ്രാർത്ഥന അതും അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഈ നോമ്പുകാലം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പാതിരാ സമയമാകുമ്പോൾ വീണ്ടും അത് ദുആക്ക് പ്രാധാന്യമേറുന്നു. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യാൻ നമുക്കൊന്നുമില്ല പറയാന്ന. നമുക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് കാറുണ്ട്, വീടുണ്ട്, സ്ഥലമുണ്ട്, വരുമാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്, എനിക്ക് എന്തിനാ കുറവാണുള്ളത്, എന്തിനാ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ കയറിയിരിക്കുക. എല്ലാം പൂർത്തിയാണ് നമുക്കൊരു കുറവും ഇല്ല. കിടങ്ങാൻ വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇനി എന്താ അല്ലാഹു ചോദിക്കേണ്ടതാണ്? പിന്നെ അള്ളാഹ് നമുക്ക് ഇങ്ങോട്ടേക്ക് തരണം. നമുക്ക് കഷ്ടിച്ച് ചൂട് കാലത്ത് നിസ്കരിക്കുന്നില്ലേ, അതിന് ഇങ്ങോട്ടേക്ക് അള്ളാഹ് തരണം. ഇതാണ് നമ്മളെ ചിന്താഗതി. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ ചെയ്യേണ്ടതായ കാരണം ഈ ജുമുഅന്റെ ദിവസം എന്ന് പറയുന്നത് അന്നാ ദിവസം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. അന്നാണ് സ്വർഗത്തിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസമാണ് ഖിയാമത്ത് നാൾ, ഫീഹി നഫ്ഖ വസ്സഅഖ. ഖിയാമത്ത് നാൾ ഉണ്ടാകുക വെള്ളിയാഴ്ച രാത്രിത്തെ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. ഇതൊക്കെ ആകാശഭൂമികൾ പേടിക്കുന്നുണ്ട്, ഞമ്മക്കൊരു പേടിയില്ല. നാളെ നേരം വെളുക്കുമ്പോ നാളെ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന ആകാശഭൂമികൾക്ക് അറിയുന്നുണ്ടെന്നാ. ഞമ്മക്കൊരു കരച്ചിലുമില്ല, ഒരു പേടിയില്ല. എന്തു വന്നാലും എന്തും താങ്ങാൻ റെഡിയായിട്ട് നമ്മൾക്ക്. അല്ലാഹു തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പ്രത്യേകം പറയാ, അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, നിങ്ങൾ ബാങ്ക് കേൾക്കാൻ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരണം. അത് മാത്രമേ നമ്മൾ പറയണ്ട അല്ലേ. പെട്ടെന്ന് വരുന്ന കാര്യം ഇമാമി എപ്പോഴാണോ രണ്ട് ഖുത്ബയും കഴിഞ്ഞ് അസ്സലാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ എത്തുന്നത് നമ്മൾ വാശിയ. നേരത്തെ ഒന്നാമത് വരുന്നവർക്ക് പ്രത്യേക മഹത്വം പറഞ്ഞു. ഒരു ഒട്ടകം, ആട്, പശു ഇതൊന്നും നമുക്ക് വേണ്ട, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. പ്രധാനപ്പെട്ടതായ മുഹദ്ദിസുകൾ പറഞ്ഞു, നമ്മൾ പറയുന്ന വാതിൽക്ക രണ്ട് മലക്കുകൾ നിൽക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം. രണ്ട് മലക്കുകൾ വാതിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. വരുന്ന ആൾക്കാരുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ. പേര് രജിസ്റ്റർ ചെയ്താണ് രണ്ട് മലക്കുകൾ വാതിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതാ സയ്യിദുൽ ഖതീബ്, ഖതീബ് മിമ്പറിന്റെ മുകളിൽ കഴിഞ്ഞാൽ മലക്കുകൾ ഉള്ളിൽ ബുക്കെല്ലാം പൂട്ടി വെച്ചിട്ട് അവിടെ മുമ്പിൽ ഇരിക്കുന്ന. പിന്നെ വരുന്ന ആൾ ജുമുഅ രജിസ്റ്ററിലില്ല. ബാധ്യത തീർത്തേക്കാം, പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ജുമുഅ നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടൂല എന്ന് മുഹദ്ദിസുകൾ ഈ ഹദീസ് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മലക്കുകൾ രജിസ്റ്റർ ബുക്ക് പൂട്ടിയിട്ട് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരാളും ജുമുഅയുടെ ദിവസം ജുമുഅക്ക് പങ്കെടുത്ത ലിസ്റ്റിലില്ല. നമുക്കിതൊന്നും ഒരു പേടിയല്ല. എത്ര ഇല്ലാണ്ടായി നമുക്കെന്ത്?
അതുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. നമ്മളെ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് ഒരു കടയിൽ ഭയങ്കര തിരക്ക്. ഞാൻ ജുമാക്ക് അങ്ങോട്ടേക്ക് വയലോടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ചോദിച്ചു, പക്ഷേ എന്തായിക്കൂടെ? ആ സമയത്ത് ആളധികം വരുന്നത് ഹറാമാണ്. ബാങ്കിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിന് 1 രൂപ അത് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഹറാമിന്റെ മുതലാണ്. അള്ളാഹു നഹി ചെയ്തതാ. കൽപ്പന അള്ളാന്റെ. കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന്. ബാങ്കുളത്തിന് ശേഷം കച്ചവടം ചെയ്താൽ ആ രൂപ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം അത് നിങ്ങൾ തിന്നത് ഹറാമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹിന്റെ കൽപ്പന ധിക്കാരമല്ലത്. കൽപ്പനയാ. നേരത്തെ പള്ളിയിൽ വരണമെന്ന് അള്ളാഹിന്റെ കൽപ്പനയാ. നമുക്കത് രണ്ടും വേണ്ട. എത്രയും ലേറ്റ് ആയിട്ട് വരുന്നോ അത്രയും ഉസ്താദിന്റെ പ്രസംഗം കേൾക്കണ്ടല്ലോ എന്ന് ആണെപ്പറ്റി ഇതാണ് നമ്മളെ ചിന്താഗതികൾ. മാറണം. മാറിയിട്ടെങ്കിൽ നമ്മൾ ഈ ചിന്താഗതികൾ മാറ്റിയില്ല എങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ട് അള്ളാഹ് ചോദിച്ചാൽ നിങ്ങൾ പോക്ക് എങ്ങോട്ടേക്കാ? ഇത് നിങ്ങൾക്കൊരു ഉത്ബോധനമാണ്. നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് നിങ്ങൾ ഉത്ബോധനം നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ പോക്ക് എങ്ങോട്ടേക്കാണ് അള്ളാഹ് ചോദിക്കുക. എന്ത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിപ്പിക്കണം അള്ളാഹ് ചോദിക്കുക. പച്ചയാർത്ത ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ വിശ്വസിപ്പിക്കേണ്ടത്? നരകത്തെക്കുറിച്ച് പറഞ്ഞു, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ ഭയാനകതയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കുറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ തലയിൽ കയറുന്നില്ല. ഇനി എന്ത് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത്? അള്ളാന്റെ ചോദ്യ, എന്റെ ചോദ്യമല്ല. നമ്മളോട് ചോദിക്കുക അല്ലാഹു തആല. നിങ്ങൾ പോക്കെ എങ്ങോട്ടേക്ക്? നിങ്ങൾ ചിന്താഗതി എന്തോട്ടേക്ക? നിങ്ങൾ ആരാ പറഞ്ഞു പറ്റിച്ചത്? നിങ്ങൾ ആര് പറഞ്ഞു പറ്റത്? നിങ്ങളെ സൃഷ്ടിച്ച സിദ്ധാന്തങ്ങൾ ചോദിക്ക. നിങ്ങൾ ആരാ പറഞ്ഞു പറ്റിച്ചത് എന്നെ കുറിച്ച്? നിങ്ങൾക്ക് എന്താ വിശ്വാസം വരാത്തത്? നിങ്ങൾക്ക് എന്താ വിശ്വാസം വരാത്തത്? നിങ്ങൾ ആരാ പറഞ്ഞു പറ്റിച്ചത്? അതുകൊണ്ട് നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരണം. ഖുത്ബകൾ കേൾക്കണം. അതും ജുമഅയിൽപ്പെട്ടതാണ്. അത് നമുക്ക് പറഞ്ഞതല്ല, ആരാർക്ക് പറഞ്ഞതാണ് നമ്മൾ വിചാരിക്കുന്നത്. കച്ചവടത്തെ നിങ്ങൾ പൂട്ടാൻ കടബന്ധാക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, ഇതാണ് നിങ്ങൾക്ക് ഉത്തമം. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. സുഖായിട്ട് അല്ലാഹ് പറയുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. ജുമാ കഴിഞ്ഞ് കട തുറക്കേ നിങ്ങൾക്ക് കിട്ടുന്ന 1 രൂപ ഉണ്ടല്ലോ, ഒരു 10,000 കൂടെ സ്ഥാനത്താ 1 രൂപ. ഫൈദാ, ആരെ എന്തുകൊണ്ട്? എന്റെ അല്ലാഹ് പറഞ്ഞു ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ ഇറങ്ങിക്കോ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹു നിങ്ങൾ കച്ചവടം ചെയ്തോ, ബിസിനസ് ചെയ്തോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തോ, അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും. നമ്മൾ ലീവ് ഉണ്ടാക്കുന്നത് വെള്ളിയാഴ്ച. അള്ളാഹ് ക്രിസ്ത്യാനികൾക്ക് അനുവദിച്ച് നമ്മൾ ഞായറാഴ്ച ബന്ധാക്കിയിട്ട് അള്ളാഹ് പറഞ്ഞ 18 ദിവസം നമ്മൾ അവധിയായ നമുക്ക് അന്ന് കട തുറക്കൂല വെള്ളിയാഴ്ച. അള്ളാഹ് അത് ബർക്കത്ത് തരും, ഞാൻ തരാറ്. നമുക്കത് വേണ്ട. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ടത് സൂറത്തുൽ കഹ്ഫാണ്. ഇന്നൊരു സൂറത്തുൽ കഹ്ഫാണ് ഇമാം സാഹിബ് ഓതിയത്. എന്തൊക്കെയാ പറഞ്ഞത്? യഥാർത്ഥ ഒരു തൗഹീദുകാരൻ എന്തായിരിക്കണം? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞു. ആര് വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് രാജാവ് പറഞ്ഞാലും ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു. കുറച്ച് യുവാക്കൾ. അവിടുത്തെ എന്ന രാജാവ് അവരോട് പറഞ്ഞപ്പോൾ ആ രാജാവ് നിങ്ങൾ കൊല്ലുമെന്ന് വകവരുത്തുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് സുരക്ഷ കൊടുത്തു. അല്ലാഹു തആല നിർഭയത്വം കൊടുത്തു. അള്ളാഹിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹ് നിർഭയത്വം കൊടുക്കുന്ന അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫ് പഠിപ്പിക്കുന്ന പാഠമാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് വെളിപ്പെടുന്നവർക്ക് നിർഭയത്വം ഞാൻ തരാം. അസ്ഹാബുൽ കഹ്ഫിന് കൊടുത്തവർ 350 വർഷം ഒരു ഗുഹയിൽ അവരെ വറക്കിയില്ല. കഥ പറഞ്ഞ നല്ല രസമുള്ള കഥയാ. അള്ളാഹ്ക്കൊരു ലൈക്ക് 10-500 ലൈക്ക് ഇടാനുള്ളതല്ല ഇത്. തൗഹീദ് ഉണ്ടാക്കാൻ, അള്ളാഹുവിന്റെ വിശ്വാസം ഉറപ്പിക്കാൻ. അപ്രകാരം തന്നെ 2 തോട്ടക്കാരുടെ കഥ പറഞ്ഞു. അവിടെയും തൗഹീദാ പറഞ്ഞത്. 2 തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട് എൻ്റെ ഇടയിൽ തന്നെ. അവരെന്താ വിചാരിച്ച്? അവരത്തെ പറഞ്ഞു എനിക്ക് എൻ്റെ തോട്ടം കണ്ടില്ലേ, മറ്റവരെ വിളിച്ചിട്ട് കാണിക്കുക. എൻ്റെ തോട്ടം കണ്ട, ഞാൻ ഉണ്ടാക്കിയത്, അതിൻ്റെ പവർ കണ്ടില്ല, അതിൻ്റെ ഫലം കണ്ടില്ലേ, തോട്ടം കണ്ടില്ല, അതിൻ്റെ വളർന്നത് കണ്ടില്ല.
എന്താ മനുഷ്യ ഇതൊക്കെ തന്ന അള്ളാനെ മറന്നുപോയോ, എന്താ നീ മാഷാ അല്ലാഹ് എന്ന് പറയാത്തതാ ചോദിച്ചത്. അപ്പൊ പറഞ്ഞ ഏതല്ല എന്തല്ല മറന്നുപോയി, ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മുളക്കിക്കളഞ്ഞ അല്ലാഹു തആല. ഇവിടെയും നമ്മളെ പഠിപ്പിക്കുന്ന തൗഹീദാണ്. അള്ളാഹുവിനെ മറന്ന് കുറച്ച് കാറും ബസ്സും കൊട്ടാരൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തിനാ അല്ലാഹ് നമ്മൾക്ക് ഇനി എന്തിനാ അല്ലാഹുവിനോട് ചോദിക്കുന്ന നമ്മുടെ വിചാരം? നമ്മൾ കുറച്ചൊരു പുരയും കാടും വിലക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം മതിയായവന, ഞാൻ എന്നെ ആടെയും സഹായം എനിക്ക് ആവശ്യമില്ല, അള്ളാഹിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, ഈ ഒരു തീരുമാനം, ഈ ചിന്താഗതിയാണ് നമ്മളെ ഈ ചൂടൊക്കെ നമ്മൾ ഇതിനൊക്കെ ഫലമാണ്. ഈ ചൂടുണ്ടല്ലോ, ഈ ചൂട് അള്ളാഹുവിന്റെ ധിക്കാരത്തിന്റെ ശിക്ഷയാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽക്കഹ്ഫോദനം അപ്രകാരം തന്നെ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക, കുളിക്കുക. വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ സുന്നത്താണ്. അപ്രകാരം തന്നെ ഉള്ളത് നല്ല ഡ്രസ്സ് ധരിക്കുക. അപ്രകാരം തന്നെ തതയ്യുബ്, സുഗന്ധം ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഇതൊക്കെ ദീൻ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെ ഷറഫി ഒരുപാട് നിബിധങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്ത സഹാബത്തിന്റെ കഥകൾ പറഞ്ഞു. സഹാബി ഇന്നലെ പറഞ്ഞൊരു കഥ, ഒരു പാറിന്റെ പുറത്ത് ഇരിക്കുക. നീ എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ റസൂൽ ഇവിടെ ഇരിക്കുന്നൊരു പുണ്യായത് കൊണ്ടല്ല, ഇത് മാതിരി ചാണ് എവിടെ എന്ത് ചെയ്ത് എങ്ങനെ കാല് വെച്ചു, എങ്ങനെ കൈ വെച്ചു, എങ്ങനെ ചിരിച്ചു, എങ്ങനെ നടന്നു, ഇത് ഒപ്പിയെടുത്ത് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു ജീവിതത്തിൽ. മരിക്കാൻ നേരത്തെ അടിമകളെ പോലും മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ പോകാൻ വയസ്സിന്റെ നിബിധങ്ങളടുത്ത് നിന്ന് അങ്ങ് വെട്ടിവിരിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഇനി അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ എനിക്ക് കാണൂലേ എന്നുള്ള ചിന്താഗതി സഹാബത്തിന് പിരിയാൻ മനസ്സില്ല. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ദീനുമായിട്ട് അലിയണം. അള്ളാഹ് പറഞ്ഞതും അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നതും അതാണ് ജീവിതമായിട്ട്. അതിൽ ഭാര്യ തടസ്സമാണെങ്കിൽ അവരെ ഉപദേശിക്കുക. മക്കൾ തടസ്സമാണോ, ബിസിനസ് തടസ്സമാണോ, അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടാന്ന്. ഒരു നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. ഏറ്റവും വലിയ കോടീശ്വരനാ, അംബാനിയൊക്കെ ബാക്കിൽ നിൽക്കണം. ഒരു ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു പോയി എന്തോ യുദ്ധം നടക്കാണ് പുറത്തുനിന്ന്. ഞങ്ങളൊക്കെ പുറത്തിറങ്ങി നോക്കിയേക്ക് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കച്ചവട സംഘം വന്നതാ. 700 ഒട്ടകങ്ങളും കുതിരകളും ലാഭമായിട്ട് വന്നതാ. വഴിയിൽ വെച്ച് സെക്രട്ടറി കണ്ടു. അബ്ദുറഹ്മാൻ ഔഫ് പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സെക്രട്ടറി കണ്ടു, ചോദിച്ചു, ലാഭങ്ങളെ കണക്ക് ഇങ്ങനെ പറയാ. പെട്ടെന്ന് പള്ളിയിലേക്ക് പോയി, തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടു. ഉടനെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് വേദനയായി, ദുഃഖമായി. ഉടനെ സെക്രട്ടറി വിളിച്ചു, ആ ലാഭമൊന്നും എനിക്ക് വേണ്ട, അത് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊടുത്തേക്ക്. എന്റെ തക്ബീറത്തുൽ ഇഹ്റാം, ജമാഅത്ത് നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുത്തിയ ആ മുതൽ എനിക്ക് വേണ്ട. സദഖ ചെയ്യാൻ വേണ്ടി റസൂൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമുക്ക് പുറത്ത് ഉള്ളിൽ ജമാഅത്ത് എടുക്കുന്നുണ്ട്, പുറത്ത് നിന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാർ നമ്മളെ പള്ളിയിൽ തന്നെ ഉണ്ട്. ഞാൻ മറ്റത്തേക്ക് വേണ്ടി പോകണ്ട, ദൂരമൊന്നും വേണ്ടി പോകണ്ട. ഞാൻ വരുമ്പോൾ അസർക്ക് സമയത്ത് വരുമ്പോൾ പുറത്ത് 2 ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. നിസ്കാരം തുടങ്ങാൻ വേണ്ടി പോവാ. നിസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ മാറണം. പിന്നെ ആരെ പിന്നെ എപ്പോഴാ മാറുക? നമ്മളുടെ ആദർശം നമുക്കൊക്കെ ഉള്ളത്, നമ്മൾ ആദർശത്തെ പിടിച്ചു നിൽക്കേ. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു തആല ആരെയും വേദനിപ്പിക്കാനല്ല, എന്നോടുള്ളത് തന്നെയാണ് പറഞ്ഞത്, ആരെയും വേദനിപ്പിക്കാനല്ല. നമ്മൾ മാറിയാൽ നമുക്ക് നല്ലത്. ഇമാം സാഹിബ് ഓതിയില്ല അവസാനമായിട്ട്, നാളെ ആഖിറത്തിൽ ഒരുപാട് അമലുമായിട്ട് വരും നഷ്ടവാളികളാ. ഖുൽ ഔ നബിയുകും ബിഅഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. ചെയ്യുന്നതൊക്കെ അല്ലാഹുവും റസൂലും പറഞ്ഞ ധിക്കാരപരമായ എല്ലാം വിമർശിച്ച് അങ്ങ് അവഹേളിച്ചുകൊണ്ട് എന്ത് ചർച്ച ചെയ്യുമ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട, എന്നെ ആരും വിമർശിക്കാൻ വരണ്ട, എന്നോട് ആരും പറയാൻ വേണ്ട, ഞാൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നവൻ അവനെ പോലെ നഷ്ടവാളികൾ വേറെ ആരുമില്ല എന്ന് അസ്ഹാബുൽ കഹ്ഫിൽ ഇമാം സാഹിബ് ഓതിയതുപോലെ. അള്ളാഹിനെ കണ്ടുമുട്ടണോ? നമ്മൾ നിബിധകളെ കണ്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ കാണാൻ ഭയങ്കര വേദനയായിരുന്നു, ആഗ്രഹമായിരുന്നു. പക്ഷേ കാണാതെ പോയി. നമ്മൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിലിരിക്കണ്ടേ. നിങ്ങൾ പിൻപറ്റണേ, ആ റസൂലിനെ അനുകരിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല നിലയിൽ നല്ല ചിന്താഗതികൾ, അല്ലാഹുവിനെ എപ്പോഴും ഇബാദത്തിലായി, അല്ലാഹുവിനെ എപ്പോഴും ദിക്റുകളിലായി,
അള്ളാഹുവിന്റെ സ്മരണയിലായി, ഇസ്തിഗ്ഫാറിലായി, ദുആയിലായി കഴിയേണ്ട അവസരങ്ങളാണ്. രാത്രിയെ നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കേണ്ട അവസരമാണ്. തുറന്നിരിക്കുക. ലൈലത്തുൽ ഖദ്ർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ ഒരു രാത്രി കൂടിയാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന് കാണിക്കപ്പെട്ടതാ. പക്ഷേ രണ്ടാളുടെ ഒരു വയറ്റുകാലം അത് ഉയർത്തപ്പെട്ടു പോയി. അതും ഖൈറാണ്. നമ്മൾക്ക് ഈ 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ, അശ്രാന്ത പരിശ്രമം ചെയ്യാൻ, ഇബാദത്തിൽ മുഴുകാൻ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ, പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ, ഖുർആൻ ഓതാൻ ഒരു അവസരം കൂടിയാണ്. ദുആകൾ അധികരിപ്പിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. എല്ലാവിധമായ ആഫത്തും മുസീബത്തും അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ലതായ മഴ നീ വർഷിപ്പിച്ചു തന്നെ റഹ്മാനെ. യാ അല്ലാഹ്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, നല്ലതായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നെ റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ലതായ മഴയെ, ആർക്കും ഉപദ്രവകരമല്ലാത്ത രീതിയിലുള്ള മഴയെ അല്ലാഹുവേ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നെ റഹ്മാനെ. അല്ലാഹു, ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലവിധ അസുഖങ്ങൾ കൊണ്ട്, പലവിധ വേദനകൾ കൊണ്ട്, പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും സിഹത്തും ആഫിയത്തും ആരോഗ്യവും നൽകി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പല ആൾക്കാരും പലവിധ ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്. അല്ലാഹുവേ, കടങ്ങളെല്ലാം വീട്ടി സന്തോഷകരമായ ജീവിതം നൽകി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആൾക്കാർ വീടുകളിൽ സാലിഹായ ഒരു പുതിയ ആപ്പിളയെ കിട്ടാൻ, അല്ലെങ്കിൽ സാലിഹത്തായ ഒരു പുതിയനെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഒത്തതായ സന്തോഷകരമായ സാലിഹത്തായ അണകളെ നൽകി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധമായ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി അല്ലാഹുവേ നിന്നെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്ന സാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا من النار، اللهم اعتق رقابنا من النار، اللهم اعتق رقابنا من النار. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار. اللهم اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك